ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരകാണ്ഡത്തില് നൃഗശാപകഥനം എന്ന സർഗാണ് വ്യാഖ്യാനം പറയുന്നത്. ശ്രീരാമചന്ദ്രാശരണം. ആശ്രമത്തിൽ ഉപേക്ഷിച്ചു വന്ന സീതയുടെ ദുഃഖമോർത്ത് ലക്ഷ്മണന് അസഹ്യമായ വേദന തോന്നി. സാരഥിയായ സുമന്ത്രനോട് പറയുന്നു, നിർദോഷയായ പത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്ന രാഘവന്റെ ദുഃഖം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് വിധിപൂർവം വന്നതാണെന്ന് നിസ്സംശയമായിട്ട് പറയാൻ പറ്റും. രാമന്റെയോ സീതയുടെയോ കുറ്റം കൊണ്ടല്ല, ഇത് മറ്റേതോ വിധിപ്രകാരം വന്നതാണ്. പൂർവ്വ ജന്മത്തിലെ ഏതെങ്കിലും കർമ്മഫലമായിട്ടാണ് ഓരോരുത്തരും അനുഭവങ്ങൾ വന്നു ചേരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഇതിനു മുമ്പത്തെ വല്ല കർമ്മത്തിന്റെ ഫലമായിട്ടായിരിക്കാം മുൻകൂട്ടിയുള്ള വിധിപ്രകാരം വന്ന അനുഭവമാണ് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. ഈ വിധിയെ മറികടക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ എന്നെല്ലാം പറയാണ്. നാട്ടുകാരുടെ അർത്ഥമില്ലാത്ത വാക്ക് കേട്ട് സീതയെ നാടുകടത്തിയത് 14 വർഷത്തെ വനവാസത്തേക്കാൾ വലിയ ദുഃഖമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ലക്ഷ്മണൻ സുമന്ത്രരോട് പറയാണ്. ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാനായി സുമന്ത്രൻ താൻ കൂടി ദൃക്സാക്ഷിയായ ഇതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന ആ സത്യം പറഞ്ഞു. ലക്ഷ്മണനെ ദുഃഖം കണ്ടിട്ട് ലക്ഷ്മണൻ അത് രഹസ്യമായിട്ടുള്ളതാണ്, പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ സുമന്ത്രർക്ക് അത് പറയേണ്ടി വന്നു. അങ്ങയുടെ പിതാവിന്റെ മുമ്പിൽ വെച്ച് പണ്ട് തന്നെ വിപ്രന്മാർ ഇത് മുൻകൂട്ടി കണ്ടതാണ്. രാമൻ അല്പഭാഗ്യവാനും ദുഃഖിതനുമായി തീരുമെന്നും ഭാര്യാവിയോഗ ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് ആ നിയോഗം. ദുർവാസാവാണ് ഈ കാര്യം രാജാവിനോട് പറഞ്ഞത്. അവിടെ സുമന്ത്രരും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് കേട്ടു. ഇത് രഹസ്യമാക്കി വെക്കണം എന്നുള്ള മഹാരാജാവിന്റെ ആജ്ഞപ്രകാരം സുമന്ത്രർ അത് സൂക്ഷിച്ചു വെച്ചു ഹൃദയത്തിൽ. പക്ഷെ ഇപ്പോൾ ലക്ഷ്മണന്റെ സങ്കടം വന്നു കണ്ടപ്പോൾ അത് പുറത്തുവിട്ടു ആ സുമന്ത്രര്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഭൃഗുമഹർഷിയുടെ ശാപം മൂലമാണ് രാമന് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. ആ ഭൃഗുമഹർഷി വിഷ്ണുവിനെ ശപിക്കാൻ എന്താ കാരണമെന്ന് പറയുന്നുണ്ട്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ തോറ്റോടിയ ദൈത്യന്മാർ ഭൃഗുപത്നിയെ ശരണം പ്രാപിച്ചു. ആ ഭൃഗുപത്നി കാവ്യമാതാവ് അവർക്ക് അഭയം നൽകുകയും ചെയ്തു. ശുക്രാചാര്യരുടെ അമ്മയായ അവർ തപസിദ്ധിതയാണ്, സിദ്ധിയുള്ളവളാണ്, തപസിദ്ധിയുണ്ട്. അങ്ങനെയുള്ള ആ അമ്മയാണ് അവർ ശരണം പ്രാപിച്ചത്. ശുക്രാചാര്യര് ശ്രീ മഹാദേവന്റെ കയ്യിൽ നിന്ന് മന്ത്രം നേടാൻ വേണ്ടിയിട്ട് തപസ്സിന് പോയിരിക്കുകയാണ്. ആ സമയത്താണ് ദേവന്മാർ വന്ന് ആക്രമിച്ചതും അങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ദൈത്യന്മാരെ ദുഃഖസ്ഥിതിയിൽ പെട്ടതും കാവ്യമാതാവിനെ ശരണം പ്രാപിച്ചതും. ദൈത്യരെ രക്ഷിക്കാനായി ആ കാവ്യമാതാവ് തൻ്റെ മായാശക്തി കൊണ്ട് ദേവന്മാരെ എല്ലാം നിദ്രാവശരാക്കി. യുദ്ധത്തിന് വന്ന ആ ദേവന്മാരെ നിദ്രാവശരാക്കി തീർത്തു തൻ്റെ മായാശക്തി കൊണ്ട്. നിദ്ര വന്ന് ആക്രമിച്ചപ്പോൾ ഇന്ദ്രൻ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. എന്നിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് വിഷ്ണു ഭഗവാൻ ഇന്ദ്രന് അഭയവും കൊടുത്തു. ഇന്ദ്രൻ വിഷ്ണുവിൽ പ്രവേശിച്ചെന്ന് കണ്ട് ആ കാവ്യമാതാവ് വിഷ്ണുവിനോടുകൂടി ഇന്ദ്രനെ വിഴുങ്ങാൻ തയ്യാറായി. അത് കണ്ട് ഇന്ദ്രൻ ഭയപ്പെട്ടുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, തപോ ഗർവിഷ്ഠ ഈ ദുഷ്ട നമ്മെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് അവളെ വധിച്ചാലും എന്ന് ഇന്ദ്രൻ ഭഗവാനോട്
വിഷ്ണുവിനോട് പറഞ്ഞു. അത് കേട്ട് വിഷ്ണു തന്റെ ചക്രം കൊണ്ട് ആ ഭൃഗുപത്നിയുടെ കഴുത്ത് അറുത്തു, ശിരസ്സറുത്തു വീഴ്ത്തി. ഇത് കണ്ട് ദുഃഖിതനായിത്തീരുന്ന ഭൃഗു മഹർഷി, പത്നിയുടെ വധം കണ്ട ആ മഹർഷി അത്യന്തം ദുഃഖം പൂണ്ടു ക്രോധത്തോടെ ആലോചനയില്ലാതെ വിഷ്ണുവിന് ശാപം നൽകി. ആ വിഷ്ണുവിനെ ശപിച്ചത് എന്താണ്? അവധ്യയായ എൻ്റെ പത്നിയെ വധിച്ചതിനാൽ എന്നെ പോലെ അങ്ങും മനുഷ്യനായ ഭൂമിയിൽ പിറന്ന് ഗർഭദുഃഖം അനുഭവിക്കാനും ഭാര്യാവിയോഗം അനുഭവിക്കാനും ഇടവരട്ടെ എന്ന് ശാപം നൽകി. അങ്ങനെയാണ് ഭൃഗുവിന്റെ ശാപം കൊണ്ടാണ് ഭഗവാന് ഭൂമിയിൽ പല പ്രാവശ്യം ജന്മമെടുക്കേണ്ടി വന്നത്, ഭൂമിയിൽ ഈ ഗർഭദുഃഖം അനുഭവിക്കേണ്ടി വന്നതും. ശാപം നൽകിയ ശേഷം വിഷ്ണുവിന്റെ വൈഭവത്തെ നല്ലപോലെ അറിഞ്ഞ ആ മഹർഷി, അദ്ദേഹത്തിന് അനുഭവമുണ്ട്, വിഷ്ണു വളരെ സാത്വികനാണെന്നും ഭക്തന്മാരോട് വലിയ വാത്സല്യമുള്ള ആളെന്നും നമുക്ക് നല്ല അനുഭവം നേടിയിട്ടുള്ളതാണ്. ആ ഭൃഗു മഹർഷി പശ്ചാത്താപിച്ച് ആ വിഷ്ണുവിന്റെ മുമ്പിൽ ചെന്നിട്ട് തൻ്റെ മാപ്പ് എന്ന് പറയാം, ആ ദേവനെ വിധി പോലെ ആരാധിച്ചു. ഭക്തവത്സനായ ആ ദേവൻ ഭൃഗുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ലോക നന്മയ്ക്കായി ഞാൻ ഈ ശാപം കൈക്കൊള്ളുന്നു. അങ്ങ് ശപിച്ചല്ലോ, ലോക നന്മയ്ക്കായി ഞാൻ ഈ ശാപം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ രക്ഷിക്കാനായി വിഷ്ണുവിന് പല അവതാരങ്ങളും ചെയ്യേണ്ടി വന്നത് ഭൂമിയിൽ. രാമന്റെ ഭൂതവും ഭാവിയും സുമന്ത്രരിൽ നിന്നും കേട്ട ലക്ഷ്മണൻ സ്വസ്ഥചിത്തനായി തീർന്നു. ലക്ഷ്മണന് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി, വിധിയാണിത്, ഇതിനെ ലംഘിക്കാൻ ആർക്കും കഴിയില്ല. പിന്നീട് ലക്ഷ്മണൻ അയോധ്യയിലെത്തി ദുഃഖത്തിൽ മുഴുകി കർത്തവ്യമൂഢനായിരിക്കുന്ന ജ്യേഷ്ഠനായ രാമനെ ആശ്വസിപ്പിച്ചു. എല്ലാം വിധിയാണെന്ന് മനസ്സിലാക്കും. പറയാണ്, അങ്ങിങ്ങനെ അങ്ങേപോലെ മനീഷികളായിട്ടുള്ള പോലുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ദുഃഖിക്കാറില്ല. അങ്ങേപോലുള്ള മനീഷികൾ ഇങ്ങനെ ദുഃഖിക്കാറില്ല, കരയാറില്ല. എല്ലാം വിധിയാണെന്ന് മനസ്സിലാക്കണം. എല്ലാം വിധിയാണെന്ന് വിചാരിച്ച് ധൈര്യം കൈക്കൊള്ളുക. സ്ഥിരചിത്തനായി ഈ ദുർബലമായ ബുദ്ധിയെ ഉപേക്ഷിക്കുക. ദുഃഖത്തിന് അധീനനാവരുത് എന്നെല്ലാം ലക്ഷ്മണന്റെ ഉപദേശം കേട്ട രാമന് ആശ്വാസമായി. ബോധം വന്ന പോലെ ദുഃഖത്തിൽ മുഴുകി ബോധം മറിഞ്ഞിരുന്ന വിഷ്ണുവിനെ തൻ്റെ ആ ബോധം ഉണർത്തി കൊടുത്തു. ആ ലക്ഷ്മണന്റെ വാക്ക് കേട്ട് രാമൻ സന്തുഷ്ടനായി ആ സൗമിത്രിയോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ മനോജ്ഞമായ വാക്കുകൾ എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ സന്താപം നീങ്ങി, മനസ്സ് ശാന്തമായി. നന്നായി ലക്ഷ്മണ നീ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞ് പൗരജനങ്ങളുടെ കാര്യം നോക്കാൻ കഴിയാതെ എൻ്റെ മനസ്സ് വല്ലാതെ നീർന്നു. പ്രതിദിനം പൗരകാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ ആ നൃപൻ കൊടും നരകത്തിൽ പതിക്കും, സംശയമില്ല. അതിന് ഉദാഹരണമായി നൃഗൻ എന്ന രാജാവിൻ്റെ കഥയും ഭഗവാൻ ലക്ഷ്മണനെ കേൾപ്പിച്ചു. പണ്ട് മഹായശസ്വിയും സത്യവാദിയും വേദവിത്തുമായ നൃഗൻ എന്ന പേരായ ഒരു നൃപൻ നാടുവാണിരുന്നു. ഒരിക്കൽ ആ നൃപൻ അനേകം പൊന്നണിഞ്ഞ പശുക്കുട്ടികളോടൊപ്പം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അതിൽ ഒരു ബ്രാഹ്മണന്റെ കൂട്ടം തെറ്റി വന്ന കിടാവൊത്ത ഒരു പശുവിനെയും അറിയാതെ അദ്ദേഹം ദാനം ചെയ്തു പോയി. രാജാവ് അതറിഞ്ഞില്ല. ആ പശുക്കളുടെ കൂട്ടത്തിൽ വേറൊരു കൂട്ടം തെറ്റി വന്ന ഒരു പശുവും ആ കുട്ടിയും അതിൽ വിട്ടിരുന്നു. അതറിയാതെ രാജാവ് ദാനം ചെയ്തു പോയി. അറിയാതെ ആയാലും ബ്രഹ്മസ്വത്ത് കവർന്ന പോലെയുള്ള ഒരു പാപമാണല്ലോ വന്നു ചേർന്നത്. ബ്രാഹ്മണരുടെ സ്വത്തൊന്നും ആർക്കും കൈക്കൊള്ളാൻ പാടില്ല. ദേവസ്വം ബ്രഹ്മസ്വം ഒക്കെ കൈക്കൊള്ളുന്നവർക്ക് വലിയ പാപം അനുഭവിക്കേണ്ടി വരും എന്ന് പറയും. പിന്നീട് ആ ബ്രാഹ്മണൻ ആ പശുവിനെ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തി. വേറൊരു ബ്രാഹ്മണന്റെ ഭവനത്തിൽ ആ പശുവിനെ കണ്ടെത്തി. ശബളെ എന്ന് പേര് ചൊല്ലി വിളിച്ചു. ആ ശബ്ദം കേട്ട് തൻ്റെ യജമാനനെ മനസ്സിലാക്കിയ പശു അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. വളർത്തിയിരുന്ന ആ വിപ്രനും കൂടെ ചെന്നു.
ഇത് എൻ്റെ പശുവാണെന്ന് പറഞ്ഞ്. രാജാവ് എനിക്ക് ദാനം തന്ന പശുവാണിത്, ഇത് എൻ്റെ പശുവാണ് എന്ന്. ഇങ്ങനെ എൻ്റെ പശുവാണ് ഇത് എന്ന് രണ്ടുപേരും തർക്കമായി. അങ്ങനെ അവർ ദാതാവായ നൃപനെ കാണാൻ ചെന്നു. പക്ഷേ രാജമന്ദിരത്തിൽ കടക്കാൻ അവർക്ക് നൃഗന്റെ അനുമതി കിട്ടിയില്ല. കുറേ ദിവസങ്ങൾ കാത്തുനിന്ന് അവർക്ക് അരിശം വന്നു. ആ രാജാവിന് ശാപം നൽകി. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാലം കാത്തു നിന്നിട്ടും ആ രാജാവ് വരാത്തത് കൊണ്ട് അവർക്ക് ദേഷ്യവും വന്ന് രാജാവിനെ ശപിച്ചു. കാര്യസിദ്ധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ കാണാൻ സമ്മതിക്കാത്തതിനാൽ അങ്ങ് ആർക്കും കാണാൻ കഴിയാത്ത ഓന്തായി തീരട്ടെ. അനേക കാലം ഒരു കുഴിയിൽ വീണ്, അനേക വർഷങ്ങൾ ഒരു കുഴിയിൽ വീണ് കിടക്കട്ടെ ഓന്തായി എന്നുള്ള ഒരു ശാപമാണ് ആ ബ്രാഹ്മണര് നൃഗൻ എന്ന രാജാവിന് കൊടുത്തത്. അനേകം ആണ്ടുകൾ കഴിഞ്ഞ് ദ്വാപരത്തിൽ ഭഗവാൻ വിഷ്ണു ഈ ലോകത്തിൽ യദുക്കളുടെ കീർത്തി വളർത്തിക്കൊണ്ട് വാസുദേവൻ എന്ന പേരോടെ മനുഷ്യനായി അവതരിക്കും. അദ്ദേഹം ഈ ശാപത്തിൽ നിന്ന് അങ്ങേക്ക് മോചനം നൽകും. കുറെ വർഷം കഴിഞ്ഞതിന് ശേഷം ദ്വാപരയുഗത്തിൽ സംഭവിക്കുന്ന കാര്യം പറയുന്നത്, അന്നാണ് അങ്ങക്ക് മോചനം നൽകുള്ളൂ എന്നാണ്. അത്രയും കാലം കൊണ്ട് അങ്ങ് പ്രായശ്ചിത്തം ചെയ്തവനുമായി തീരും. തെറ്റ് ചെയ്തവർക്ക് പ്രായശ്ചിത്തം വേണമല്ലോ. അതുകൊണ്ട് അത്രയും കാലത്തെ ആ ദുഃഖം കൊണ്ട് അങ്ങ് ഈ പ്രായശ്ചിത്തം ചെയ്തവനായി തീരും. ഇങ്ങനെ നൃപന് ശാപം നൽകിയ ശേഷം ആ ബ്രാഹ്മണര് പശുവിനെ മറ്റൊരു വിപ്രന് ദാനം ചെയ്ത് അവിടെ നിന്ന് പോയി. ആ രാജാവ് നൃഗൻ ഓന്തായി കിടന്ന് ആ ഘോരശാപം അനുഭവിക്കുന്ന കാര്യാർത്ഥികളെ ക്ലേശിപ്പിച്ചാൽ കുറെ കാലം നൃഗൻ പിന്നെ ഓന്തായി കിടന്ന ആ ഘോരശാപം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പറഞ്ഞത്, കാര്യാർത്ഥികളെ ക്ലേശിപ്പിച്ചാൽ നൃപന ദോഷം വരും അല്ലേ. അതേമാതിരി കാര്യം ശരിയായി അനുഷ്ഠിച്ചാലോ നൃപന് അതിൻ്റെ ഫലം നേടും. അതില്ലെങ്കിലോ അവരെ ക്ലേശിപ്പിച്ചാൽ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. അതാണ് ഇപ്പം നൃഗന് സംഭവിച്ചത്. അതിനാൽ ശ്രീരാമൻ പറയാണ്, ലക്ഷ്മണനോട് പറയായിരുന്നു ഈ ഉദാഹരണമായ ഒരു കഥ. അതിനാൽ ലക്ഷ്മണ, നീ പോയി സങ്കടമുണർത്തിക്കാൻ വന്നവരുണ്ടെങ്കിൽ വേഗം കൂട്ടിക്കൊണ്ടുവരൂ. സങ്കടമുണർത്തിക്കാൻ വന്നവരെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയായിരുന്നു ലക്ഷ്മണനോട് ശ്രീരാമൻ. അല്ലെങ്കിൽ അത് വലിയ അനർത്ഥത്തിന് കാരണമായി തീരും എന്നെല്ലാം ശ്രീരാമൻ ലക്ഷ്മണനെ അറിയിച്ചു. അതിനുശേഷം പിന്നെ ആ രാമന്റെ ആ വാക്ക് കേട്ട് പരമാർത്ഥജ്ഞാനിയായ ലക്ഷ്മണൻ തേജോമയനായ ആ കാകുത്സ്ഥനോട് വിനയത്തോടെ ചോദിച്ചു, കാകുത്സ്ഥ, അല്പ അപരാധത്തിനാണല്ലോ ആ ബ്രാഹ്മണര് നൃഗരാജർഷിക്ക് ഇത്ര വലിയ ശിക്ഷ നൽകിയത്, ശാപം കൊടുത്തത്. താൻ പാപസംയുക്തനാണെന്ന് കേട്ട് ആ രാജാവ് കോപാക്രാന്തരായ അന്തണന്മാരോട് പിന്നെ എന്തു പറഞ്ഞു? ആ ബ്രാഹ്മണരോട് കോപത്തോടുകൂടിയ ആ ബ്രാഹ്മണരോട് എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് ആ നൃഗന് പിന്നെ എന്താണ് സംഭവിച്ചത് ചോദിക്കുകയാണ്. എന്താണ് ആ രാജാവ് ചെയ്തത്? സൗമിത്രികന് ചോദിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ശാപക്ഷതമേറ്റ ആ രാജാവിന് പിന്നീട് ഉണ്ടായത് എന്തെന്നും കേൾക്കും. വിപ്രന്മാർ അവരുടെ വഴിയെ പോയതറിഞ്ഞ് നൃഗൻ അപ്പോൾ എല്ലാ മന്ത്രിമാരെയും പുരോഹിതന്മാരെയും പൗരന്മാരെയും വിളിച്ചു വരുത്തി. ശോകസമാകുലനായ നൃഗരാജാവ് പൗരപ്രമുഖന്മാരായ അവരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. ഇത് വിധിയാണ് സംഭവിച്ചത്. ഈ ശാപം ഞാൻ ഏൽക്കാൻ അദ്ദേഹം ആ ശാപം സ്വീകരിച്ചു. പിന്നെ ബുദ്ധിയോടുകൂടി അതിനെ തരണം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തി. എങ്ങനെയാണെന്നിട്ട് എല്ലാവരും വിളിച്ചു പറയുകയാണ്, ഈ വസുവെന്ന എൻ്റെ ഈ കുമാരനെ
വസുവെന്ന പുത്രനായ ഈ കുമാരനെ ഇവിടെ ഇപ്പോൾ അഭിഷേകം ചെയ്യുവിൻ. സ്വന്തം പുത്രനായ വസുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ആ ശാപം സ്വീകരിക്കാനായി വേണ്ടി നൃഗൻ തയ്യാറാവുകയാണ്. അത്രയും കാലം അതിനു മുമ്പ് തന്നെ ഒരു സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, വിപ്രശാപം അനുഭവിച്ചുകൊണ്ട് ഞാൻ ആ കുഴിയിൽ കഴിഞ്ഞോളാം. എനിക്ക് വേണ്ടി സുഖകരമായി കിടക്കാൻ ഒരു കുഴി തീർക്കണം. ശില്പികളെ കൊണ്ട് നല്ലൊരു കുഴി തീർക്കണം. വിപ്രശാപം അനുഭവിച്ചുകൊണ്ട് ഞാനതിൽ കഴിഞ്ഞുകൊള്ളാം. മഴയേൽക്കാത്ത ഒരു കുഴിയും, അതുപോലെ മഞ്ഞേൽക്കാത്ത മറ്റൊരു കുഴിയും, വെയിലേൽക്കാത്ത സുഖകരമായിരിക്കാൻ വേറൊരു കുഴിയും, അങ്ങനെ 3 കുഴികൾ തീർക്കാനാണ് രാജാവ് പറഞ്ഞു. ശില്പികളെ കൊണ്ട് നിർമ്മിക്കട്ടെ. പലതരം പഴങ്ങളുള്ള വൃക്ഷങ്ങളും പൂക്കളും വള്ളികളും തണലേകുന്ന പൊന്തകളും നട്ടു വളർത്തണം. ചുറ്റും ആ കുഴിക്ക് ചുറ്റും വൃക്ഷങ്ങൾ, അവിടെ ധാരാളം പഴങ്ങൾ ഉള്ള വൃക്ഷങ്ങളും പൂക്കളും വള്ളികളും പൂക്കുന്ന വള്ളികളും തണലേകുന്ന പൊന്തകളും നട്ടു വളർത്തുവിൻ. മൂന്നായി കിടക്കാനാണ് പോണത്. അപ്പോൾ അതിനുള്ളൊരു ചുറ്റുപാട് സൃഷ്ടിക്കുകയാണ് ആ രാജാവ്. കുറേ കാലം കിടക്കാനുള്ളതാണ്. അങ്ങനെ ശാപമോക്ഷം വരെ കുഴികളുടെ എല്ലാ ഭാഗങ്ങൾക്കും നല്ല ഭംഗി ഉണ്ടാവണം. കാലം കഴിയുന്നത് വരെ ഞാൻ അവിടെ സുഖമായി കഴിഞ്ഞുകൊള്ളാം എന്നാ രാജാവ് പറഞ്ഞു. എനിക്ക് ചുറ്റും അവിടെ 1.5 യോജന ദൂരത്തിൽ സദാ സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളും നട്ടുവളർത്തുക. ഇപ്രകാരം കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ട് അദ്ദേഹം പുത്രനായ വസുവിനോട് പറഞ്ഞു, ഉണ്ണി, നീ ധർമ്മനിരതനായി ക്ഷത്രിയധർമ്മത്താൽ പ്രജകളെ പരിപാലിക്കുക. നിസ്സാര തെറ്റിന് അനുഭവിച്ച ഈ ശാപം എനിക്ക് വന്നത് നീ പ്രത്യക്ഷമായി കണ്ടതാണല്ലോ. അല്പമായ അപരാധത്തിന് പോലും കോപം പൂണ്ട വിപ്രന്മാർ എൻ്റെ മേൽ ശാപം ഏൽപ്പിച്ചത് നീ നേരിട്ട് കണ്ടതല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭം ഇനി ഉണ്ടാവരുത്. ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. വേണ്ടതുപോലെ ശ്രദ്ധയോടുകൂടി ജാഗരൂകരായിട്ടിരിക്കണം. രാജാവ് അവരവരുടെ ധർമ്മം ശരിയായി ശ്രദ്ധയോടുകൂടി നടത്തണം എന്നെല്ലാം ആ പുത്രനെ പറഞ്ഞു മനസ്സിലാക്കി. എന്നെക്കുറിച്ച് നീ ദുഃഖിക്കാതിരിക്കുക. ദൈവം ബലവാനാണ്. ദൈവേച്ഛ പോലെയെല്ലാം വരുള്ളൂ. ദൈവഹിതത്തെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. അതിനാലാണ് എനിക്ക് ദുഃഖം ഉണ്ടായത് എന്നെല്ലാം ആ നൃഗൻ പുത്രനോട് പറഞ്ഞു. വരാനുള്ളതേ വരൂ, പോകാനുള്ളതേ പോകൂ, കിട്ടാനുള്ളതേ കിട്ടൂ. പൂർവജന്മ വാസനകൾ അനുസരിച്ചേ സുഖദുഃഖങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വത്സ, നീ ദുഃഖിക്കരുത് എന്ന് പറയാണ്. ഈ കഥകളെല്ലാം ഭഗവാൻ ലക്ഷ്മണനാണ് പറയണേ. ഇപ്രകാരം പുത്രനോട് പറഞ്ഞ ആ മഹായശസ്വിയായ നൃഗരാജാവ് നന്നായി നിർമ്മിക്കപ്പെട്ട ആ കുഴിയിലേക്ക് താമസിക്കാനായിട്ട് പോയി. ഓന്തായി കിടക്കാൻ തയ്യാറായിക്കൊണ്ട് ആ കുഴിയിലേക്ക് പോയി എന്ന് പറയണം. ഇങ്ങനെ മഹാത്മാവായ നൃപൻ മഹാരത്നങ്ങൾ കൊണ്ട് മൂടി പിടിപ്പിച്ച ആ കുഴിയിൽ പ്രവേശിച്ച് വിപ്രന്മാരുടെ രോഷം പൂണ്ട് ഒഴിച്ച ആ ശാപത്തെ അനുഭവിക്കാൻ തയ്യാറായി. അനേകം വർഷങ്ങൾ കഴിയുന്നു. ഇത് ത്രേതായുഗത്തിൽ നടന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, കൃതയുഗത്തിലോ ത്രേതയിലോ നടന്ന ആ കഥയാണെന്നുണ്ടെങ്കിലും, ഇവിടെ ദ്വാപര യുഗത്തിൽ ഭഗവാൻ കൃഷ്ണനാണ് വന്നിട്ട് തൻ്റെ കരസ്പർശം കൊണ്ട് ആ നൃഗനെ മോക്ഷം കൊടുക്കുന്നത്. ശാപനിർമുക്തനാക്കി ആ പൊട്ടക്കിണറ്റിൽ കിടന്നിരുന്ന ആ ഊന്തിനെ വലിച്ചു കയറ്റാൻ ശ്രമിച്ചു. ഭഗവാന്റെ സ്പർശം കൊണ്ട് ആ രാജാവ് ശാപനിർമുക്തനായി തീർന്നു. ഇങ്ങനെയുള്ളതാണ് ഒരു കഥ. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം എന്നുള്ളത് ആ ലക്ഷ്മണനെ പറഞ്ഞു. ഇതിങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എത്ര വലിയ ജ്ഞാനികൾക്കും അബദ്ധങ്ങളൊക്കെ പറ്റാം. പക്ഷെ ഒക്കെ ഈശ്വരച്ഛ പോലെ വരുന്നതാണ്, വിധിയാണെന്ന് അറിഞ്ഞ് അതിനൊക്കെ തരണം ചെയ്യാൻ ഉപായം കാണാം. ധൈര്യം ഉൾക്കൊള്ളുക, സ്ഥിരചിത്തനായിരിക്കുക, വേണ്ടതിനെ വരുന്നത് പോലെ അനുഭവിക്കാൻ തയ്യാറായ ആവുക.
ദുഃഖം കൊണ്ട് ഒരു കാര്യവും നേടാൻ പറ്റില്ല. ദുഃഖിച്ചിരുന്ന കാര്യം നടക്കില്ല. കാര്യങ്ങളെല്ലാം വേണ്ട പോലെ അനുഷ്ഠിക്കലാണ് വേണ്ടത് കാര്യം. അതുകൊണ്ട് നീ ലക്ഷ്മണനോട് പറയാണ്, എന്നെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സങ്കടം ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ കാര്യാർത്ഥികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്തു നിൽക്കണം, കൂട്ടിക്കൊണ്ടുവരണം, അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കണം എന്നെല്ലാം ആ ലക്ഷ്മണനെ ബോധം നൽകി ശ്രീരാമൻ. ഇതാണ് ആ കഥ. അതുപോലെ ഇനി വസിഷ്ഠ മഹർഷി നിമി രാജാവിനെ ഒരു ശാപം നൽകിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് കോപത്തോടുകൂടി ഓരോരുത്തരും ശാപം നൽകുന്നത്. ആ കഥയും പറഞ്ഞു ഭഗവാൻ. ശന്തനു മഹാരാജാവ് യയാതി മഹാരാജാവ് ഇന്ന് ശാപം കിട്ടിയിട്ടുണ്ട് ശുക്രാചാര്യരുടെ. കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിൽ പറയുന്നുണ്ട്, അടുത്തടുത്ത സർഗങ്ങളിൽ അതൊക്കെ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.